ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിനെതിരെ കൂടുതൽ പരാതി. 2006-ൽ ചേർത്തല SI ആയിരുന്ന സമയത്തെ മർദ്ദന വിവരം വെളിപ്പെടുത്തിയാണ് മുൻ സൈനികൻ രംഗത്തെത്തിയത്. ഭാര്യയുടെയും മകന്റെയും മുന്നിൽ വെച്ച് മർദ്ദിച്ചു എന്നാണ് വെളിപ്പെടുത്തൽ. ഈ പരാതിയിൽ കോടതി മധുബാബുവിനെ ശിക്ഷിച്ചിട്ടും വകുപ്പ് തല നടപടി ഉണ്ടായില്ല എന്നും സൈനികൻ ചൂണ്ടിക്കാട്ടി. 2006 ജനുവരി 1-ാം തീയതി രാവിലെ ചേർത്തല പോലീസ് സ്റ്റേഷനിൽ 10 മണിക്ക് എത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ വൈഫും 7 മാസം പ്രായമുണ്ട് അന്ന് മോനും കൂടി ഞങ്ങൾ ചേർത്തല സ്റ്റേഷനിലോട്ട് ചെന്നു. എന്നെ കണ്ട ഉടനെ പുള്ളി കസേരയിൽ ഇരിക്കുമായിരുന്നു. ഈ മധുബാബു കസേരയിൽ നിന്ന് ചാടി എഴുന്നിട്ട് അപ്പം തന്നെ എൻ്റെ 2 കോളറിലും കുത്തിപ്പിടിച്ച്, എന്താണ് പൈസ കൊടുക്കാത്തതെന്നും പിടിച്ചിട്ട് എന്നെ ഏകദേശം ഒരു 2 കോളറിലും കൂടി പിരിച്ച് വലിച്ചൊരു 50 മീറ്ററോളം പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന ഡ്യൂട്ടിയിൽ നിന്ന പോലീസുകാരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ബലമായിട്ട് കുനിച്ചു നിർത്തി എൻ്റെ മുട്ടുകൈക്ക് ഇടിക്കുകയും ഒക്കെയാണ് ചെയ്തത്. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ പുച്ഛിച്ച് അതിനിടെ ഫേസ്ബുക്ക് പോസ്റ്റുമായി മധുബാബു രംഗത്തെത്തിയിരിക്കുന്നു. പരാതി പ്രളയത്തിലും ആത്മവിശ്വാസത്തിലാണ് മധുബാബു. അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായി. അശ്വിൻ, ഇയാളെ സംരക്ഷിക്കുന്നുണ്ട് വകുപ്പിൽ തന്നെയുള്ളവർ എന്നത് ഒരാരോപണമായി മുന്നിൽ നിൽക്കുകയാണ് ഈ സൈനികന്റെ പരാതി. കോടതി ശിക്ഷിച്ചിട്ടും വകുപ്പ് തല നടപടി ഉണ്ടായിട്ടില്ല എന്നതിൻ്റെയൊക്കെ വിവരങ്ങൾ, അത് രേഖകളടക്കം പുറത്തു വരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? ഒപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കാര്യങ്ങളും. അനുജ, 2006 മുതൽ നിരവധി പരാതികളാണ് ഈ മധുബാബുവിനെതിരെ ഉണ്ടായിരിക്കുന്നത് പല കോണുകളിൽ നിന്ന്. അതിൽ പലതും ചെറിയ കേസുകളല്ല, വളരെ ഗുരുതര സ്വഭാവമുള്ള പരാതികളാണ് ഇയാൾക്കെതിരെ ഉയർന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഈ പരാതികൾ കേൾക്കുമ്പോൾ, അവരുടെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ വ്യക്തമാകുന്നുണ്ട്. എന്നിട്ടും യാതൊരു കുലുക്കവുമില്ല ഡിവൈഎസ്പി മധുബാബുവിന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തനിക്കെതിരെ ഒരു നടപടിയും ഉണ്ടാവില്ല എന്നൊരു ആത്മവിശ്വാസമാണ് ഡിവൈഎസ്പിക്കുള്ളത്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ, ഇന്നലെ വൈകുന്നേരമാണ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. അതിൽ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപണമുള്ളത്. തനിക്കെതിരായ പരാതികളെല്ലാം ആസൂത്രണം ചെയ്ത് ഒരു കുടക്കീഴിലാക്കിക്കൊണ്ട് ഒരു ഗൂഢാലോചന നടക്കുന്നു എന്നുള്ളതാണ് പോസ്റ്റിൻ്റെ രത്നച്ചുരുക്കം. അത് ഒരു കോർഡിനേറ്റർ ഏമാൻ എന്നുള്ളൊരു പരാമർശം കൂടി അതിലുണ്ട്. ആരാണ് ഈ കോർഡിനേറ്റർ ഏമാൻ എന്നുള്ള ഒരു അന്വേഷണമാണ് നിലവിൽ നടക്കുന്നത്. അത് പ്രധാനമായും ആർക്കെതിരെയാണ് ഈ ആരോപണം എന്നുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില പഴയ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് അതിലേക്കൊരു കണക്ഷൻ പലരും ഇപ്പോഴും പറയുന്നത്. അതായത് ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് പത്തനംതിട്ട SP ആയിരുന്ന VG വിനോദ് കുമാറിനെതിരെ മുഖ്യമന്ത്രിക്ക് ഡിവൈഎസ്പി മധുബാബു ഒരു പരാതി നൽകിയിരുന്നു. അത് ഈ കരിക്കിനേത്ത് കൊലപാതകവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതിയായിരുന്നു. അതിനു മുന്നേ ഈ VG വിനോദ് കുമാർ മധുബാബുവിനെതിരെ ഒരു പരാതി മുഖ്യമന്ത്രിക്ക് നൽകുകയും മധുബാബുവിനെതിരെ പരസ്യമായി രംഗത്തെത്തുകയുമൊക്കെ ചെയ്താണ്. ഈ കരിക്കിനേത്ത് കൊലപാതക കേസ് അട്ടിമറിച്ചത് മധുബാബുവാണ് എന്നൊരു പ്രതികരണമായിരുന്നു അന്ന് പത്തനംതിട്ട SP ഭാഗത്തു നിന്നുണ്ടായത്. ചുരുക്കി പറഞ്ഞാൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ഏറ്റവും ഒടുവിലായി ഡിവൈഎസ്പി മധുബാബുവിനെതിരെ കൊല്ലത്തെ ഒരു CPIM നേതാവ് കൂടി രംഗത്തെത്തുകയാണ്. പത്തനാപുരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അംജിദ് ഖാൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചില കാര്യങ്ങൾ ഉന്നയിക്കുന്നു. പോലീസിലെ 1-ാം നമ്പർ ക്രിമിനലാണ്, ജീവിതാനുഭവത്തിൽ നിന്നാണ് ഈ കുറിപ്പ് എന്നതൊക്കെയാണ് അംജിദ് ഖാൻ ചൂണ്ടിക്കാട്ടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.